ഹലോ ഗേസ്, നമ്മളിന്ന് കാർ ഫോർ ട്രേഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാർ ഫോർ ട്രേഡ് എന്നാണ് ഗെയിമിൻ്റെ പേര്. നമ്മൾ കുറേ ഗെയിം കളിക്കുന്നതാണ്. നമ്മൾ 2 കാറാണ് നിലവിൽ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ രണ്ടിന് നല്ല പവർ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ നല്ല കൂടുതലാണ്. 62,000-നും 80,000-നുമാണ് 2 കാറും വാങ്ങിയിട്ടുള്ളത്. നല്ല പവറുള്ള കാറുകൾക്ക് നല്ല പൈസയായിരിക്കും, വിൽക്കാനും നല്ല ലാഭമായിരിക്കും. സോ അങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ കാർ എടുക്കുന്നത്. പൈസ നല്ലോണം കൂട്ടിയിടുകയാണ് നമ്മൾ. അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കൂട്ടിയിടുന്നത്. നമുക്ക് ആൾക്കാർ പെട്ടെന്ന് അതെ ഒരാൾ വന്നിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? 68,000 നഷ്ടമാണ്. ഇത് ചോദിച്ചു നോക്കാം. ഇല്ല, അവർ റെഡിയല്ല, വേണ്ട നമുക്ക്. അതിനെക്കാട്ടും താഴെയാന്ന് തോന്നുന്നു. അതെ, താഴെ തന്നെ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരാളെ കിട്ടിയത് നല്ലൊരു പൈസയ്ക്ക്. ഇവർ നല്ലൊരു പൈസ തന്നെയാണ് ഓഫർ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കൂട്ടി ചോദിച്ചു നോക്കാം. നമുക്കിപ്പോൾ തൽക്കാലം ആ പൈസയ്ക്ക് വിൽക്കാം. എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഇത് പോകുള്ളൂ എന്ന് തോന്നുന്നു. ഒരു 98,000 ചോദിക്കായിരുന്നു, കുഴപ്പമില്ല. 66,000 നഷ്ടമാണ്. അപ്പോൾ എന്താ പറയുന്നത് നോക്കാം. ഇവരതിൻ്റെ താഴെ തന്നെയാണ് പറയുന്നത്. ആ കാറ് നമ്മൾ കിട്ടിയൊരു വിലക്ക് അങ്ങ് വിറ്റിട്ടുണ്ട് ഗൈസ്. നമ്മൾ അടുത്ത ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷോറൂം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെയാണുള്ളത്. അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ നമ്മളാക്കുന്നത്. ഓഫീസ് ഡെക്കറിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ 2 പൈസയ്ക്കുണ്ട്. നമുക്ക് നിലവിൽ 50,000-ന് ചെയ്യാൻ വെച്ചിട്ടാണ്. അത് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഈ നമ്മളെ സൈഡിലുള്ള ഈ വേസ്റ്റൊക്കെ കളയണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ നമ്മൾ കളയാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കുന്നതാണ് പറയുന്നത്. ആ സമയം കൊണ്ട് ഇന്ന് കാർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ നല്ലൊരു വണ്ടി കാർ മാർക്കറ്റിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കാർ മാർക്കറ്റിലാണ് കൂടുതലും നല്ല വണ്ടികൾ വരിക. കാർ മാർക്കറ്റ് എല്ലാ ദിവസവും ഉണ്ടാവില്ല. കുറേ കാറുകൾ കാണുന്നുണ്ട്. നമുക്ക് നല്ല പവറുള്ളൊരു വണ്ടി തന്നെ നോക്കണം. ആദ്യം തന്നെ നല്ലൊരു വണ്ടി കിട്ടിയാൽ നല്ലതല്ലേ. ഇതേപോലെ ഓടി കിടക്കുന്നുണ്ട്. ഓടിയാണ് ഏതെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. ഇത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന പൈസയേ ഉള്ളൂ. നമുക്ക് കുറച്ചൊരു പൈസ കുറച്ച് ചോദിച്ചു നോക്കാം. ഒരു 128 ചോദിച്ചു നോക്കാം. 128 ചോദിച്ചു നോക്കാം. തരുന്ന പ്രതീക്ഷിക്കുന്നു. അവർ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്കിനി കാറും കൊണ്ട് നമ്മുടെ ഷോറൂമിലോട്ട് പോവാം. മര്യാദയ്ക്ക് പോയാൽ മതി. തുടക്കം തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഷോറൂമിൽ എത്തിയിട്ട് ഈ കാറ് നല്ലൊരു പൈസയ്ക്ക് വിൽക്കണം. അന്നേരം നമ്മളെ വേസ്റ്റൊക്കെ പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് വേണം നമുക്ക് പുതിയൊരു ഷോറൂം ഉണ്ടാക്കാൻ. നല്ല പവറുള്ളതുകൊണ്ട് തന്നെ പവറുള്ള വണ്ടികൾക്ക് നല്ല പൈസ കിട്ടും. പവറുള്ള വണ്ടികൾക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ പവറുള്ള വണ്ടികൾ വാങ്ങുന്നത്. താഴെയുള്ള വണ്ടികൾ വേണമെങ്കിൽ കുറേ എണ്ണം വാങ്ങിയിട്ട് ഒരുമിച്ച് വയ്ക്കാം. അതിനെക്കാട്ടും നല്ലത് ഒരു വണ്ടി വാങ്ങിയിട്ട് നമുക്ക് കുറച്ച് പൈസ ലാഭിക്കുന്നത് തന്നെയാണ്. നല്ല പവറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, കാർ മാർക്കറ്റിന് അടുത്ത് തന്നെയാണ് നമ്മുടെ ഷോറൂം എന്ന് പറയുന്നത്. വേഗം ഷോറൂമിൽ കൊണ്ടിട്ടിട്ട് വേണം നമ്മളുടെ ഓഫീസ് ഡെക്കറിൻ്റെ പണി ചെയ്യാൻ. വേഗം തന്നെ നമുക്ക് വീണ്ടും ഇടിച്ച് വേഗം ഇവിടെ നിർത്തിയിടാം ഗൈസ്.